നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഭയന്നോടുന്ന പാക് സൈനികരുടെ ദൃശ്യങ്ങൾ BSF കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. ഇന്ത്യയുടെ കനത്ത തിരിച്ചടി പ്രതിരോധിക്കാനാകാതെ ജീവനം കൊണ്ടോടുന്ന പാക് സൈനികരെ വീഡിയോയിൽ കാണാമായിരുന്നു. ലക്ഷ്യം പിഴയ്ക്കാതെ വളരെ കൃത്യമായായിരുന്നു ഭാരതം നടത്തിയ ഓരോ ആക്രമണങ്ങളും. ഇത് ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടുകൊണ്ട് സ്ഥിരീകരിക്കുകയായിരുന്നു ഇന്ത്യൻ സേന. നേരത്തെ ഇന്ത്യ തകർത്ത 9 ഭീകര കേന്ദ്രങ്ങളുടെ ചിത്രം സൈന്യം പുറത്തുവിട്ടിരുന്നു. പാക് അധിനിവേശ കശ്മീരിലെയും പാകിസ്ഥാനിലെയും ഒട്ടേറെ ഭീകര കേന്ദ്രങ്ങളാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ തകർത്തത്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പലതവണ പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടു. എന്നാൽ ഡ്രോണുകളെ തകർത്ത് ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകി. തുർക്കി നിർമ്മിത ഡ്രോണുകൾ ഉപയോഗിച്ച് ഇന്ത്യയിലെ 4 വ്യോമതാവളങ്ങളുടെ അടക്കം 38 കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് പാക് സൈന്യം ആക്രമണം നടത്തി. എന്നാൽ ഇന്ത്യൻ പ്രതിരോധ സംവിധാനം അവയെ ഫലപ്രദമായി നേരിട്ടു. ഇത്രയും ശക്തമായി ഇന്ത്യ തിരിച്ചടിച്ചിട്ടും ഈ ഓപ്പറേഷനിൽ മോദി സർക്കാരിന്റെ കുറ്റം മാത്രം പറഞ്ഞവരെയും നമ്മൾ കണ്ടതാണ്. എന്നാൽ 2019 ബാലക്കോട്ട് വ്യോമാക്രമണത്തിന് തെളിവ് ചോദിച്ച കോൺഗ്രസ് പാർട്ടിയെ പരിഹസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആഘാതം ക്യാമറകൾ പകർത്തിയിട്ടുണ്ടെന്നും ആരും തെളിവ് ചോദിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ പ്രധാനമന്ത്രി നടത്തിയ ആദ്യത്തെ രാഷ്ട്രീയ ആക്രമണമാണിത്. ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനിലെ തീവ്രവാദ ആസ്ഥാനത്തിനും നിരവധി വ്യോമതാവളങ്ങൾക്കും വലിയ നാശനഷ്ടങ്ങളാണ് വരുത്തിയത്. ഇത് ഉപഗ്രഹ ചിത്രങ്ങളും ഇന്ത്യയുടെ സ്വന്തം ക്യാമറ സംവിധാനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ ഓപ്പറേഷനിൽ സായുധ സേനയുടെ വീര്യത്തെ ബഹുമാനിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് പാർട്ടി സർക്കാരിനെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് ഒഴിഞ്ഞുമാറി. എന്നാൽ കോൺഗ്രസ് പ്രധാനമന്ത്രിയെ പരിഹസിക്കുന്നത് തുടരുകയാണെന്നും അദ്ദേഹത്തെ ഒരു ട്രോൺ എന്നും അദ്ദേഹം ഒരു നാടക കമ്പനി നടത്തുന്നുണ്ടെന്നും പറയുന്നു. ബാലക്കോട്ട് വ്യോമാക്രമണത്തെ തുടർന്ന് സർക്കാരിനെതിരെ കോൺഗ്രസ് നടത്തിയ ആക്രമണം 2019 NDA വീണ്ടും അധികാരത്തിലെത്തിയതോടെ കോൺഗ്രസിനും തിരിച്ചടിയായി. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുന്നതിനായി പ്രധാനമന്ത്രി വിവിധ സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ്. 2 ദിവസത്തെ ഗുജറാത്ത് യാത്രയ്ക്ക് ശേഷം പ്രധാനമന്ത്രി അടുത്തായി ബീഹാർ, പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശ്, സിക്കിം, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലേക്ക് 3 ദിവസത്തെ യാത്ര നടത്തും. അതേസമയം കോൺഗ്രസ് ഇപ്പോഴും പരിഹാസ്യരായിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യക്കുണ്ടായ നഷ്ടം അറിയണമെന്നും കോൺഗ്രസ് MPക്ക് ആക്രമണം എങ്ങനെ നടത്തിയെന്ന് പാർലമെന്റിൽ പറയണമെന്നുമാണ് ആവശ്യം. സൈനിക രഹസ്യം പോലും ആവശ്യപ്പെടുന്ന നിലയിലാണ് MPമാർ പ്രതികരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.